നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കലയുടെ കേളിക്കൊട്ട് പകർന്നാടി സൂപ്പർ സ്റ്റാറായ സ്വർണ്ണക്കപ്പ് ഇന്ന് പ്രധാന വേദിയിൽ എത്തുന്നതോടെ 15 വർഷത്തിന് ശേഷം സ്കൂൾ കലോത്സവ വേദിയാകുന്ന കൊല്ലത്തിന് ഇനി ആവേശത്തിന്റെ ഇരട്ടി മധുരമായിരിക്കും. 2024 ജനുവരി 4 മുതൽ 8 വരെ 5 രാപ്പകലുകളായി 24 വേദികളിൽ കലാപ്രതിഭകൾ മാറ്റുരയ്ക്കും. കലാകേരളത്തിന്റെ കണ്ണും കാതും സാന്നിധ്യവും ഇനി കൊല്ലത്തേക്ക് ഒഴുകിയെത്തും. നാളെ രാവിലെ 9-ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ എസ് ഷാനവാസ് കലോത്സവത്തിന് പതാക ഉയർത്തുന്നതോടെ പങ്കെടുക്കുന്ന കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും ഉൾപ്പെടെ വൻ തിരക്കാവും അനുഭവപ്പെടുക. നാളെ രാവിലെ 10 മണിക്ക് മുഖ്യവേദിയായ ആശ്രാമം മൈതാനിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കലാമാമാങ്കം ഉദ്ഘാടനം ചെയ്യും. ചലച്ചിത്ര താരം നിഖില വിമലാണ് മുഖ്യാതിഥി. മന്ത്രിമാരായ വി ശിവൻകുട്ടി, KN ബാലഗോപാൽ, K രാജൻ, J ചിഞ്ചുറാണി, KB ഗണേഷ് കുമാർ, മുഹമ്മദ് റിയാസ് എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും. വേദികളിൽ ആദ്യം ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ ചെണ്ടമേളം, മയിലാട്ടം, ശിങ്കാരിമേളം, കളരിപ്പയറ്റ് എന്നിവയാണ് അരങ്ങേറുന്നത്. സ്വാഗതഗാനത്തിന്റെ നൃത്താവിഷ്കാരത്തോടൊപ്പം വിദ്യാർത്ഥികളെ ഒപ്പം കൂട്ടി നടി ആശാ ശരത്ത് ചുവടുവെക്കുമ്പോൾ കലാഗോപുരത്തിന്റെ ഭാവപകർച്ചയ്ക്ക് തുടക്കമാകും. പ്രധാന വേദിയായ ONV സ്മൃതിയിൽ ഹൈസ്കൂൾ വിദ്യാർത്ഥികളുടെ മോഹിനിയാട്ടമാണ് ആദ്യം നടക്കുക. ആദ്യ ദിനം 23 വേദികളിലാകും മത്സരം നടക്കുക. 8-ന് വൈകിട്ട് സമാപന സമ്മേളനം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. മെഗാസ്റ്റാർ മമ്മൂട്ടി ജേതാക്കൾക്ക് സ്വർണ്ണക്കപ്പ് സമ്മാനദാനം നിർവഹിക്കും. റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലും കുട്ടികളെ സ്വീകരിക്കാൻ ട്രാൻസ്പോർട്ട് സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. നാളെ രാവിലെ 10:30 മുതൽ ടൗൺ LP സ്കൂളിൽ രജിസ്ട്രേഷൻ ആരംഭിക്കും. റെയിൽവേ ഹെൽപ്പ് ഡെസ്ക് ആക്റ്റീവായി തുറന്നു പ്രവർത്തിക്കുന്നതാണ്. കുട്ടികൾക്കായുള്ള താമസ സൗകര്യം 31 സ്കൂളുകളിലായാണ് ഒരുക്കിയിട്ടുള്ളത്.